ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്രൈസിങ് മെത്തേഡ് ഓർ സ്ട്രാറ്റജീസ്. ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദർ ആർ മെയിൻലി 3 മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്. പ്രൈസിങ്ങിന് 3 മെത്തേഡ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് മെത്തേഡ്, 2 കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് മെത്തേഡ്, 3 വാല്യൂ ബേസ്ഡ് പ്രൈസിങ് മെത്തേഡ്. അതിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് മെത്തേഡിൽ തന്നെ വീണ്ടും 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് കോസ്റ്റ് പ്ലസ് മെത്തേഡ്, സെക്കൻഡ് കൺവേർഷൻ കോസ്റ്റ് മെത്തേഡ്, തേർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ഫോർത്ത് വൺ മാർജിനൽ കോസ്റ്റ് മെത്തേഡ്. സോ അതിലെ കോസ്റ്റ് പ്ലസ് മെത്തേഡ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോസ്റ്റ് പ്ലസ് മെത്തേഡ് ഓൾസോ നോൺ ആസ് ഫുൾ കോസ്റ്റ് പ്രൈസിങ് മെത്തേഡ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഫുൾ കവറായി കുറച്ച് പ്രോഫിറ്റ്, കോസ്റ്റിനേക്കാളും കുറച്ച് കൂടിയ എമൗണ്ട് പ്രൈസായിട്ട് ചാർജ് ചെയ്യുന്ന രീതിയാണ് കോസ്റ്റ് പ്ലസ് മെത്തേഡ് അഥവാ ഫുൾ കോസ്റ്റ് പ്രൈസിങ് മെത്തേഡ്. നമ്മുടെ പ്രൊഡക്റ്റിനുണ്ടാവുന്ന ഫുൾ കോസ്റ്റും ആ ഒരു പ്രൈസിൽ കവറായിരിക്കും. ഹിയർ പ്രൊഡ്യൂസർ കാൽക്കുലേറ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ആഡ് മാർജിൻ ഓഫ് പ്രോഫിറ്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ എത്ര പ്രോഫിറ്റാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പ്രൈസ്. കോസ്റ്റ് പ്ലസ് മെത്തേഡിലെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ജസ്റ്റ് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൽ ഫസ്റ്റ് തന്നെ കോസ്റ്റ് ഡേറ്റ ഈസ് അവൈലബിൾ ആൻഡ് നോ നീഡ് അഡീഷണൽ മാർക്കറ്റ് റിസർച്ച്. എത്ര പ്രൈസ് ചാർജ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു റിസർച്ചിനൊന്നും വേണ്ടി ഒരു അഡീഷണൽ വിങ്ങിനെ നിയമിക്കേണ്ട കാര്യമില്ല. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എത്ര ചിലവായെന്ന് ആ ബിസിനസ്സിൽ തന്നെ ഡേറ്റയുണ്ട്. അതിൻ്റെ കൂടെ എത്ര പ്രോഫിറ്റ് വേണമെന്നാണ് ഓണർ വിചാരിക്കുന്നത് അതും കൂടി ആഡ് ചെയ്താൽ മതി. എളുപ്പമാണ്, ഈസി ടു കാൽക്കുലേറ്റ്. സെക്കൻഡ്ലി റിക്കവേഴ്സ് ഫുൾ കോസ്റ്റ് ആൻഡ് ഏൺസ് കൺസിസ്റ്റൻറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. ഫുൾ കോസ്റ്റും റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അല്ലാതെ കോമ്പറ്റീഷനൊക്കെ വെച്ചൊരു പ്രൈസ് ഫിക്സ് ചെയ്താൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫുൾ കോസ്റ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇവിടെ ഫുൾ കോസ്റ്റും കവർ ചെയ്യാം, പ്ലസ് ഒരു എമൗണ്ടും കൂടെ ആഡ് ചാർജ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കോളും. പ്രൈസ് കോമ്പറ്റീഷൻ മിനിമൈസ് ചെയ്യാം. എല്ലാവരും കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ പ്രൈസിനെ ബേസ് ചെയ്ത് പ്രൈസ് അത്ര ചാർജ് ചെയ്ത് ഇത്ര ചാർജ് ചെയ്തു എന്നുള്ള ബിസിനസ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഫെയർ മെത്തേഡ് ഫോർ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിന് അവരുടെ ആ ഒരു കോസ്റ്റ് പ്ലസ് കുറഞ്ഞൊരു എമൗണ്ട് ഓഫ് പ്രോഫിറ്റോ ചാർജ് ചെയ്യുന്നുള്ളൂ. സെല്ലേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർക്കൊരു പ്രോഫിറ്റ് കിട്ടുന്നുമുണ്ട്, കോസ്റ്റ് കവർ ചെയ്യുന്നുമുണ്ട്. സോ രണ്ടുപേരുടെയും പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഫെയർ മെത്തേഡാണ്. ഇനി ലിമിറ്റേഷൻസ് നോക്കുവാണെങ്കിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് കോമ്പറ്റീഷൻ എലമെൻറ്റിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. കാരണം കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസ് കുറവാണെങ്കിൽ ആൾക്കാർ അവരുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങുള്ളൂ. ആ ഒരു എലമെൻറ്റ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് ഫുൾ കവറാവുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണിത്. അപ്പോൾ കോസ്റ്റ് ഫുൾ കവറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ ഉണ്ടോ? എത്രയാണോ ചിലവ് അത് പ്ലസ് പ്രോഫിറ്റാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ചിലവ് കുറയ്ക്കുന്നതിനെ പറ്റി ആലോചിക്കുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു ഇൻസെൻറ്റീവ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിലില്ല. അതുപോലെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും കോസ്റ്റ് പ്ലസ് പ്രൈസിങ് കൺസിഡർ ചെയ്യുന്നില്ല. ആ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മെഷീനറിയുടെ കോസ്റ്റ് ആണെങ്കിൽ ആ മെഷീനറി വാങ്ങിച്ചപ്പോൾ എത്രയായിരുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ എല്ലാ കമ്പ്യൂട്ടേഷൻസും വരുന്നത്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. പ്രോംപ്റ്റ് പ്രിൻറ്റേഴ്സ് ലിമിറ്റഡ് യൂസ് എ സ്കീം ഓഫ് പ്രൈസിങ് ബേസ്ഡ് ഓൺ കോസ്റ്റ് പ്ലസ്. ഓൾ ദ ഓവർഹെഡ്സ് ആർ ചാർജ്ഡ് ബേസ്ഡ് ഓൺ ഡയറക്റ്റ് ലേബർ ആൻഡ് ബേസ്ഡ് ഓൺ ടോട്ടൽ കോസ്റ്റ് അറൈവ്ഡ് അറ്റ്. The selling price is fixed. Following figures are from the annual budget for 2020 prepared by company. Sales, direct material, direct labor, salary, commission അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, the company has submitted a tender quoting ₹10,000 on a large order with a cost of 1,800 direct material, 3,200 direct labor. The customer strikes the business at 8,900 on a take it or leave it basis. If the company accepts the order, the total sales for 2020 would be 10,08,900. The company is reluctant to accept the order as it would be against its policy of accepting an order below cost. Write a note recommending the acceptance of the order, substantiating your recommendation fully with supporting figures.
to explain that price offered would not be below cost and sizable profit also would be made. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ കോസ്റ്റിൻ്റെയും സെയിൽസിൻ്റെയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 10,000 സെയിലിന് നമ്മൾ കോട്ട് ചെയ്തിട്ട് 8,900 തരുള്ളെന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8,900 ഈ ഒരു ഓർഡർ അക്സെപ്റ്റ് ചെയ്താലും പ്രോഫിറ്റ് തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പഴയ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഡീറ്റെയിൽസ്. ഫസ്റ്റ് കമ്പനി എങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് ആ ഒരു ഓർഡറിന് മുമ്പ്? ഡയറക്റ്റ് മെറ്റീരിയൽ 1,80,000, ഡയറക്റ്റ് ലേബർ 3,20,000, ബാക്കി വേരിയബിൾ ഓവർ ഹെഡ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1,60,000. അങ്ങനെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 6,60,000 വരും. അതിൻ്റെ കൂടെ ഫിക്സഡ് കോസ്റ്റ് 2,40,000 വരും. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 9 lakh വരും. നമ്മുടെ സെയിൽസ് എത്രയാണ്? 10 lakh ആണ്. ഓക്കെ, അപ്പം മിച്ചമുള്ള 1 lakh പ്രോഫിറ്റ്, അത് കോസ്റ്റിൻ്റെ എത്രയാണ്? 1/9. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 10 lakh സെയിൽസും 9 lakh കോസ്റ്റും ആണെങ്കിൽ 1 lakh പ്രോഫിറ്റ്. അതും കോസ്റ്റും തമ്മിലുള്ള റേഷ്യോ 1 lakh/9 lakh 1/9 കിട്ടി. ഇത്രയാണ് നമ്മുടെ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ എങ്ങനെയാണ്? നമ്മൾ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ പ്രകാരം മെറ്റീരിയൽ 1,800, ലേബർ 3,200, മറ്റ് വേരിയബിൾ കോസ്റ്റുകൾ 1,600, ഇതെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 6,600 വരും. ഇനി അതിൻ്റെ കൂടെ വേരിയബിൾ കോസ്റ്റ് 2,400 കൂടി ആഡ് ചെയ്ത് 9,000 ടോട്ടൽ കോസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ 1,000 പ്രോഫിറ്റ് കൂടി എടുത്ത് 10,000 കോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കസ്റ്റമർ നമ്മുടെ ആ ഒരു കൊട്ടേഷൻ റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടി ഒരു റിവൈസ്ഡ് കൊട്ടേഷൻ ഉണ്ടാക്കുവാണ്. റിവൈസ്ഡ് കൊട്ടേഷൻ പ്രകാരം മെറ്റീരിയലിന് 1,800 രൂപ തന്നെയാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് വെച്ചതാണ്, കുറയ്ക്കാൻ പറ്റില്ല. ലേബർ 3,200 തന്നെയാണ്. പക്ഷേ കമ്മീഷന് മാറ്റമുണ്ട്. കാരണം കസ്റ്റമർ പറഞ്ഞ വിലയ്ക്കാണെങ്കിൽ കസ്റ്റമർ എത്ര രൂപയാണ് പറഞ്ഞത്? 8,900. അപ്പം 8,900ൻ്റെ 5% ചാർജ് ചെയ്യുമ്പോൾ കമ്മീഷൻ 445 വരുള്ളൂ. അപ്പം നമ്മുടെ അതർ വേരിയബിൾ എക്സ്പെൻസസ് 1,545 വരുള്ളൂ. ഓക്കെ, അങ്ങനെ വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 6,600 കിട്ടിയോടത്ത് ആക്ച്വലി 6,545 ഉള്ളൂ. പിന്നെ ഈ ഒരു അഡീഷണലായിട്ട് 1,800 മെറ്റീരിയൽ ലേബറും ഒക്കെ ചിലവാക്കി നമ്മൾ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഉണ്ടാക്കിയാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫിക്സഡ് കോസ്റ്റ് വരുമെന്ന് ക്വസ്റ്റിന് പറയുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റുകളാണ് ആ ഒരു ബിൽഡിങ്ങിന് മെഷീനറിക്കൊക്കെ ചാർജ് ചെയ്യുന്ന. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഫിക്സഡ് കോസ്റ്റ് വരുമെന്ന് പറയുന്നില്ല. സോ നമ്മൾ എക്സ്ട്രാ ഫിക്സഡ് കോസ്റ്റ് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഈ ഒരു യൂണിറ്റ്സിന് വേണ്ടി, ഒരു ഓർഡറിന് വേണ്ടി വരുന്ന നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 6,545. ഓക്കെ, എത്ര രൂപയാണ് കസ്റ്റമർ പറഞ്ഞേ? 8,900. പ്രോഫിറ്റ് ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2,355. 1/9 കൂടുതലാണ്. 6,545ൻ്റെ 1/9 700 സംതിങ്ങാണ് കിട്ടുന്നത്. അതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും നമ്മൾ ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ. സോ ഈ ഒരു 8,900 ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. എക്സ്ട്രാ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത് കൊണ്ട് വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമുക്ക് ഈ ഒരു ഓർഡറിന് വേണ്ടി അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. ആ ഒരു ചിലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് എക്സ്ട്രാ പ്രോഫിറ്റ് തരും. സോ ജസ്റ്റ് അക്സെപ്റ്റ് ദ ഓഫർ എന്നും പറഞ്ഞ് നമ്മളൊരു കൺക്ലൂഷൻ എഴുതി സോൾവ് ചെയ്യണം.